ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയാണെങ്കിലോ ഭാഗ്യശ്രീയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് തന്നെ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, നിങ്ങളൊരു ദുഷ്ടയായ സ്ത്രീയാണ്, അതുകൊണ്ടാണ് തിരിച്ചടി നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങി. ഇനി ഒരിക്കലും നിങ്ങളുടെ ഈ കുതന്ത്രവും ബുദ്ധിയൊന്നും പയറ്റാനായിട്ട് പോകുന്നില്ല, നിങ്ങളെല്ലാം തന്നെ തോറ്റുപോകും. എന്തായാലും ഇനി നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. ഇപ്പം തന്നെ നിങ്ങൾ തോറ്റില്ലേ, ഇനി നിങ്ങളുടെ ഈ മനസ്സിലെ കുശുമ്പ് കാരണം ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ നമ്മുടെ കൺമണിയും കൃഷ്ണൻ്റെയും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ മധുചേട്ടനും ശീലചേച്ചിയും കൂടി പറയുന്നുണ്ട്. ശീലചേച്ചിയാണെങ്കിലോ, ചേട്ടാ ഈ കല്യാണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും ഒന്ന് താലി കെട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന്. മധുചേട്ടനോ, എങ്ങനെയുണ്ട്, നമുക്കങ്ങനെ ചെയ്താലോ? എനിക്ക് താലി കെട്ടിക്കൊള്ളാമെന്നൊക്കെ ഉണ്ട്, പക്ഷെ നിന്നെ അല്ല എന്ന് പറയുന്നു. എന്നെയല്ലേ? അല്ല, അത് ഇപ്പത്തെ നിന്നെയല്ല, ആ പഴയ നിന്നെ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാം കേട്ടോ. പിന്നീടും കൺമണിക്കും കൃഷ്ണനുള്ള തലപ്പാവൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, അയ്യപ്പനും വാസുകിയും കൂടി. ഇതൊക്കെ എന്താ, ഇത് നമ്മുടെ രാജാവിനും റാണിക്കുള്ളതാണ്. അവർ ഞങ്ങൾ അങ്ങനെയല്ലേ കണ്ടത്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം അണിയിച്ചിട്ട് വേണം അവരെ അങ്ങോട്ട് വനദുർഗ ദേവി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനെന്ന് പറയുന്നു. കൺമണിയും കൃഷ്ണനും കൂടി ഒരുങ്ങി ഇറങ്ങി വരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്കുള്ളതാണ്, ഈ തലപ്പാവൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങളുടെ രാജാവും റാണിയും കൂടി ഞങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് വരാനെന്ന് പറയുന്നു. എന്നാൽ ഞങ്ങളുടെ ആചാരങ്ങളാണ് ഇതോടുകൂടി തുടങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തലയിൽ വെച്ച് കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നമുക്ക് പോവാം, രണ്ടുപേരും പരസ്പരം കൈ കോർത്ത് പിടിച്ചിട്ട് വേണം നമ്മുടെ അമ്പലത്തിലേക്ക് വരാനെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് ചെല്ലുന്നു കേട്ടോ. പിന്നെ ഈ ബലരാമനെയും മീരയാണ് കാണിക്കുന്നത്. ബലരാമൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. സ്റ്റിച്ച് പൊട്ടണത് നോക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയായില്ലേ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ആരോ വരുന്നുണ്ട്, ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബലരാമൻ കിടക്കുന്നു. ആ സമയത്ത് സുമിത്ര തന്നെ വരുന്നത് കേട്ടോ. മീര, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോണം, ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇവൻ ഇതുവരെ എണീറ്റില്ലേ? അല്ല, ഇവൻ എണീറ്റിട്ടില്ല. എന്നാലും സാറില്ല, ഇനി അവൻ എണീക്കോ എണീക്കാണ്ടിരിക്കും എന്തോ ആവട്ടെ, പെട്ടെന്ന് തന്നെ നീ ഇവിടുന്ന് പോയിക്കോണം. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരക്ഷരം ഇവിടുത്തെ കുറിച്ച് പറയുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇയാൾക്ക് ഭേദമായിട്ടില്ല, ഭേദമായാലും ഇല്ലെങ്കിലും നീനക്ക് പോകാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഇതിന് ബലരാമനെ നോക്കുന്ന സമയത്ത് ബലരാമൻ പോകാനായിട്ട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ, ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ സൂക്ഷിക്കണം, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഞാനൊന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മീര രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പെട്ടെന്ന് ആ ഗുണ്ടകളോട് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെയും ബലരാമനെയും ഭാഗ്യശ്രീ ഇവിടെ നിന്ന് മാറ്റണമെന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെയും വനദുർഗ ദേവി ക്ഷേത്രത്തിൽ കല്യാണ ചടങ്ങുകൾ നടക്കാനായിട്ട് പോകാട്ടോ. ആ സമയത്ത് തന്നെയാണ് എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ കരീം സാഹിബ് വിട്ടു നിൽക്കുന്നുണ്ട്. എന്താ സാഹിബ് അവിടെ നിൽക്കുന്നതെന്ന് വാസുകി ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആചാരങ്ങളല്ലേ, ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഞാൻ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും പ്രവേശിക്കാം, ഇത് മനുഷ്യന്മാർക്കുള്ള അമ്പലമാണ്, അതുകൊണ്ട് ജാതി ഒന്നും ഇതിലൊരു പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല എന്ന് പറയുന്നു. അങ്ങനെ ചെന്നിട്ട് കരീം സാഹിബ് കൂട്ടിക്കൊണ്ട് വരുന്നു. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ കൃഷ്ണൻ കൺമണിയും കൂടി ഒന്നാവാണ്. കൺമണിയുടെ കഴുത്തിൽ വീണ്ടും കൃഷി താലി ചാർത്തുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കാരണവന്മാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. അതിനുശേഷം തന്നെ ബലരാമനെയും ഭാഗ്യശ്രീ അവിടെ നിന്ന് കടത്താട്ടോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്നാവട്ടെ. അപ്പോൾ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട്, പോലീസ് ചെക്കിങ് എങ്ങനെ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും പറയുന്നു കേട്ടോ. അതിനുശേഷം കൺമണിയും കൃഷ്ണൻ കൂടിയും നടന്നു വരുന്നുണ്ട്. അതിനുശേഷം തന്നെ പറയുന്നുണ്ട് വാസുകിയോട്, നിങ്ങൾ എന്തായാലും ഇവരെ ഒന്നിപ്പിച്ചല്ലോ, അത് ഞങ്ങളുടെ കടമയല്ലേ ദേവസ്വർ, കാരണം ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചവരാണ് ഇവർ. ഇവരുടെ താലി ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എത്രമാത്രം വിഷമമായി. ഇത് ഞങ്ങളുടെ രാജാവ് റാണിയോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചവരാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണെന്ന് ചോദിക്കുമ്പോഴത്തേനും, എന്തായാലും നമുക്കൊരു ഹണിമൂൺ കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ പോരെ എന്ന് ചോദിക്കുക. ഷീല ചേച്ചിയാണെങ്കിൽ അത് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ക്രിസാർ ഇതാ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ദേവ് സാറാണെങ്കിൽ നിങ്ങൾ 2-3 ദിവസം ഇവിടെ നിന്നിട്ട് തിരിച്ച് വന്നാൽ മതി, മാനസിയുടെ അടുത്ത പ്ലാനിങ് എന്താണെന്നൊന്നും നമുക്കറിയില്ല, അതൊന്ന് തണുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. സാഗറിനോട് ഞാൻ സംസാരിച്ചോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന കൃഷ്ണനും കൺമണിക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നെ ഭാഗ്യശ്രീയും ബലരാമനെയും കൊണ്ട് വേറൊരു ഗോഡൗണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീ ചോദിക്കും, നിങ്ങളൊരു അമ്മയാണോ എന്താ ഇങ്ങനെ കാണിക്കുന്നത്?
എന്തടി നിനക്ക് രക്തബന്ധം എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഒറ്റിക്കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ബലരാമനാണെങ്കിൽ അവളൊന്നും ചെയ്യരുത്, കണ്ടോടി നിൻ്റെ സ്വന്തം ചോര അല്ലെങ്കിലും അവന് നിന്നോടുള്ള സ്നേഹം കണ്ടോ, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവൻ്റെ കൂടെ നിന്നെ പിടിച്ചിരുന്നത്. നിനക്ക് വേദനിച്ചാൽ അവന് വേദനിക്കുമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം, അതുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഗതി കിട്ടാൻ പോകണില്ല, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്കാണെങ്കിൽ രക്തബന്ധത്തിൽ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്, നിനക്കറിയാലോ എന്നെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകും. ഇവർക്ക് 3 നേരം ഭക്ഷണം മാത്രം കൊടുത്താൽ മതി, ഫോൺ സൗകര്യങ്ങളൊന്നും തന്നെ കൊടുക്കരുതെന്ന് പറഞ്ഞ് കുട്ടികളോട് പിടിച്ചിടാനായിട്ട് പോകുന്നു. വീണ്ടും തന്നെ സുമിത്രയാണെങ്കിൽ ബാലുവിനോട് പറയുന്നുണ്ട്, പോലീസുകാർ ഈ ഒരു വീട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ബലരാമനെ അപ്പം തീർത്ത് കളഞ്ഞേക്കണം എന്ന് പറയുന്നു കേട്ടോ. പിന്നെയും കൺമണിയും കൃഷും വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് കൺമണി നടന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. ഇതൊരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നിയത്, പിന്നെയും സാറിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എല്ലാം സന്തോഷമായി അവസാനിച്ചില്ലേ? അപ്പോൾ തന്നെ കൃഷി എന്തൊക്കെ ആലോചിക്കുന്നു. സാർ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, നിന്നെ കണ്ട മുതൽ ഞാൻ ആലോചിക്കുകയാണ്, എങ്ങനെയൊക്കെ നിന്നോട് സംസാരിച്ചതൊക്കെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നതാണെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന രണ്ടുപേർക്കും സമാധാനമാവുന്നുണ്ട്. എന്തായാലും അവർ നാട്ടിലെത്തി. ഇനി എന്തായാലും മീര കൃഷ്ണനെ കോണ്ടാക്ട് ചെയ്യുകയും അതിൽ നിന്ന് തന്നെ ബലരാമനെ കണ്ടുവെത്താനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യും കേട്ടോ. എന്തായാലും ഇതെല്ലാം തന്നെ വരുന്ന എപ്പിസോഡുകളിലായിട്ട് നമുക്ക്